AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാർ നിർമ്മിച്ച ക്ഷേത്രമെന്നാണ് കരുതപ്പെടുന്നത്. മഹാഭാരതത്തിലെ കൗരവ പാണ്ഡവ യുദ്ധവുമായി ഈ ഗുഹാക്ഷേത്രത്തിന് ബന്ധമുള്ളതായി കരുതുന്നു. പാണ്ഡവർ ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നുവെന്നും തുടർന്ന് ഈ ഗുഹയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചുവെന്നുമാണ് വിശ്വാസം. ഈ ശിവലിംഗം തിരിച്ചു കഴിഞ്ഞാൽ കാണുന്ന തുരങ്കപാത 1 കിലോമീറ്റർ അകലെയുള്ള കവിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലെത്തുമെന്നും പറയപ്പെടുന്നു. കവിയൂർ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കുറയുന്നുവെന്ന് കണ്ടെത്തിയതുകൊണ്ട് ഗുഹാക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം. കൗരവ പാണ്ഡവ യുദ്ധവുമായി ബന്ധപ്പെടുത്തി കൗരവർ പാണ്ഡവരുടെ ഒളിസ്ഥലം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ കോഴിയുടെ രൂപത്തിലെത്തി വിവരമറിയിക്കുകയും ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാതെ പാണ്ഡവർ മടങ്ങിയെന്നും വിശ്വാസമുണ്ട്. കേരള ചരിത്രത്തിൽ വ്യവസ്ഥാപിത ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടതിൻ്റെ തുടക്കത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഒന്നായി കവിയൂർ ഹനുമാൻ ക്ഷേത്രത്തെ ഗവേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രപരമായ പ്രാധാന്യവും ബന്ധവുമുണ്ട് ഈ 2 ആരാധനാലയങ്ങൾക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഗുഹാക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല നിലവിൽ പുരാവസ്തു വകുപ്പിനാണ്. ക്ഷേത്രത്തിലെ ശില്പങ്ങളും ക്ഷേത്രത്തിന്റെ ഘടനയും അക്കാലത്തെ നിർമ്മാണ വൈദഗ്ധ്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനാലയങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ ചരിത്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ആരാധനയ്ക്കും വിശ്വാസങ്ങൾക്കുമെല്ലാം അപ്പുറം ശില്പകലയുടെയും നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെയും കേന്ദ്രങ്ങൾ കൂടിയാണ് ആരാധനാലയങ്ങൾ. അഫ്സലാദിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.